ഹലോ. നമുക്കെല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാവണം എന്നില്ല. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ പാഷനെ നമ്മുടെ കരിയറാക്കി മാറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതായത് നമ്മൾ ഹോബിയായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും, പല കുഞ്ഞു കാര്യങ്ങളും നമുക്കൊരു വരുമാന മാർഗം കൂടി ഉണ്ടാക്കി തരാൻ ഹെൽപ്പ് ചെയ്തേക്കാം. നമ്മുടെ ഇക്കിഗായ് കണ്ടെത്തുന്നതിനെക്കുറിച്ച്, അഥവാ നമ്മുടെ പേർപ്പസ് ഓഫ് ലൈഫ് കണ്ടെത്തുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ആ ഒരു ഇക്കിഗായ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഒരു ഹോബി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതെങ്ങനെ സക്സസ്സിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കിഷ്ടമുള്ള കാര്യം, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതിനെക്കുറിച്ച്. ആ ഒരു കാര്യത്തിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി ഒരുപാട് പറയുന്നില്ല, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതാണ് നിങ്ങളുടെ ആ ഹോബി എന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇക്കിഗായ് അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യം, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന, നിങ്ങൾക്ക് കഴിവുള്ള നിങ്ങളുടെ ആ മേഖല ഏതാണെന്ന് കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യവുമായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചൂസ് ചെയ്ത ഹോബി ഇത്രയും നാളും നിങ്ങൾക്ക് വെറും ഒരു ഹോബി മാത്രമായിരുന്നു. അതായത് ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടി നിങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ അത് വെറും ഒരു ഹോബിയല്ല, അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ഏർണിംഗ് തന്നേക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏർണിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഹോബിയിൽ നമ്മൾ എക്സ്പേർട്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നമ്മുടെ ആ ഒരു കഴിവ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. എന്ത് കാര്യമാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? തീർച്ചയായിട്ടും ആ ഹോബിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആർട്ടാണോ, അല്ലെങ്കിൽ റൈറ്റിംഗ് ആണോ, അല്ലെങ്കിൽ ടീച്ചിങ് ആണോ, എന്താണോ നിങ്ങളുടെ ആ ഒരു മേഖല, നിങ്ങളുടെ ആ ഒരു ഇഷ്ടമേഖല, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. ഇപ്പോൾ അതിനായിട്ട് ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആണ്, ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആണ്, ഒരുപാട് വെബ്സൈറ്റ്സും ഉണ്ട്. സ്കിൽ ഷെയറോ യുഡമിയോ പോലുള്ള പ്ലാറ്റ്ഫോംസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെയൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട്, പെയ്ഡ് ആയിട്ടുള്ള കോഴ്സസും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് അത് ചെറിയൊരു കോഴ്സായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ഹോബി എന്നതിലപ്പുറം അതിനെക്കുറിച്ച് കൂടുതൽ നോളജബിളായിട്ട് നിങ്ങൾ മാറുകയും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഏർണിംഗ് ആക്കി മാറ്റുമ്പോൾ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് അതിനെ സമീപിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബി റെഡി ഫോർ എ ട്രാൻസിഷൻ എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരാൻ പോവാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളിതിനെ കാണേണ്ടത്. അതായത് നിങ്ങൾ ഓൾറെഡി ജോബ് ഉള്ള ആളായിരിക്കും. എന്തെങ്കിലും ജോബ് 9 to 5 നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതിനോടൊപ്പമാണ് നിങ്ങൾ ഇതൊരു സൈഡ് ഹസിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ജോലിയോടൊപ്പം ചെറിയൊരു വരുമാനമായിട്ട് മാത്രമാണ് നിങ്ങളിത് ബിഗിനിങ്ങിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരും. ആദ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് യാതൊരു ഏർണിങ്സും ഇല്ലാതെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. 9 to 5 ജോബ് കഴിഞ്ഞ് വന്നാലും രാത്രിയോ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം കിട്ടുന്നത് കുറച്ച് സമയം നിങ്ങളുടെ ഈ ഒരു പുതിയ ഹോബിക്ക് വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും. ഹോബി പുതിയതല്ല, പക്ഷെ ആ ഹോബിയെ നമ്മളൊരു പുതിയ രീതിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ യാതൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു വില്ലിങ്നെസ് നമ്മൾക്ക് ഉണ്ടാവണം. അതിന് മെൻ്റലി ഫിസിക്കലി നിങ്ങളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഇനി അടുത്തൊരു കാര്യമാണ് സേവ് മണി ഫോർ ദ ട്രാൻസിഷൻ പീരീഡ് എന്നുള്ളത്. നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ്, അഥവാ ഇതൊരു ചേഞ്ചാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ ഫിനാൻഷ്യലി കൂടി തയ്യാറായിട്ടിരിക്കണം. ഈ ഒരു നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യത്തിൽ നിന്ന് ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട് യാതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അത് കഴിഞ്ഞാൽ മാത്രമേ പതിയെ നമുക്ക് ഏർണിങ്സ് കിട്ടിത്തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് ഒരുപാട് പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും കുറച്ചൊക്കെ തുക അതിനു വേണ്ടി ചിലവാക്കാനായിട്ട് നമ്മളുടെ കയ്യിലുണ്ടാവണം. എന്തെങ്കിലും ചെറിയ ചില കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് മസ്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ട പണവും നമ്മളുടെ കയ്യിൽ വേണം. അപ്പോൾ ഇത് കരുതിയിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ഫിനാൻഷ്യലി ഒരു ഗെയിൻ ഉടനെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഒട്ടും സ്ട്രഗിൾ ഇല്ലാതെ, മെൻ്റലി സ്ട്രെസ് ഇല്ലാതെ ആ ഒരു കാലഘട്ടത്തെ, ഏർണിങ്സ് കിട്ടുന്നത് വരെയുള്ളൊരു കാലഘട്ടത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ ഇതേ പാഷനുള്ള
നിങ്ങളുടെ ഇതേ ഇൻട്രസ്റ്റുകളുള്ള മറ്റുള്ളവരെ കൂടി കണ്ടെത്തുക എന്നുള്ളത്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരുപക്ഷെ ഉണ്ടാവണം എന്നില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ കൂടെ കൂട്ടാവുന്നതാണ്. അവരുമായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് കൂടുതൽ പഠിക്കാൻ പറ്റും. ഇനി അത്തരത്തിലൊരു ഫ്രണ്ട് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഫേസ്ബുക്ക് പോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. അത്തരം ഗ്രൂപ്പ്സിൻ്റെയൊക്കെ ഭാഗമാകുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഹോബി എന്താണോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിലൊക്കെ ചേരുക. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ അതേ പാഷനുള്ള ഒരുപാട് പേരെ കണ്ടെത്താനും അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റും. അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് വഴി ആ ഒരു സോഷ്യൽ കണക്ഷൻ നിലനിർത്തുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ധൈര്യമായിട്ട് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പാഷനെ മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് പ്രാക്ടിക്കലായിട്ട് അവരുടെ രീതികൾ കണ്ട് പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൻ്റെയൊക്കെ ഭാഗമാവുക എന്നുള്ളത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നിങ്ങളുടെ അതേ പാഷനുള്ള ആളുകളെ തന്നെ ഫോളോ ചെയ്യുക. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ലോലി ഇൻക്രീസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. ഇനീഷ്യൽ സ്റ്റേജിൽ ഒരിക്കലും ഒരു ബിഗ് എമൗണ്ട് നിങ്ങളുടെ ഈ പുതിയ പാഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു വലിയ തുക ഇതിനു വേണ്ടി ചിലവാക്കാതിരിക്കുക. പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, നിങ്ങളുടെ സമയവും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതും സ്ലോ ആയിട്ട് തന്നെ വേണം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അതായത് നിങ്ങൾ സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ജോലി ക്വിറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പാഷൻ്റെ പുറകെ പോവാതിരിക്കുക. ആദ്യം ഒരു സൈഡ് ഹസിലായിട്ട് മാത്രം ഇത് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ജോലിയോടൊപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന ചെറിയൊരു ജോലിയായിട്ട് മാത്രം ഇതിനെ കരുതുക. അതിനുവേണ്ടി കുറഞ്ഞ സമയം മാത്രം കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഏർണിംഗ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ക്വിറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതെന്തായിരുന്നാലും, സമയമായിരുന്നാലും പണമായിരുന്നാലും ശരി, സ്ലോ ആയിട്ട് മാത്രമേ ഈ ഒരു പുതിയ കാര്യത്തിലേക്ക് കൊടുക്കാവൂ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാർക്കറ്റ് യുവർ സെൽഫ് എന്നുള്ളത്. പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പുറത്തെ ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് അഡ്വർടൈസ് ചെയ്യേണ്ട ഒരു കാര്യം നമുക്കില്ല. നമ്മളെ സെൽഫ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ തന്നെ സോഷ്യൽ മീഡിയ സൈറ്റ്സിലൂടെ മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ഐഡിയാസ് എന്താണോ, നമ്മുടെ പാഷൻ എന്താണോ അത് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ഇത്തരം പ്ലാറ്റ്ഫോംസൊക്കെ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലൊക്കെയും നമ്മൾ ചെയ്യുന്നത് നമ്മളെ തന്നെ ഒരു സെൽഫ് ബ്രാൻഡ് ചെയ്യുകയാണ്. നമ്മൾ തന്നെ ഒരു ബ്രാൻഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. റെഗുലറായിട്ട് ഇത്തരം പ്ലാറ്റ്ഫോംസിൽ പോസ്റ്റ് ചെയ്യുന്നതിലൂടെയും അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെയും ഒക്കെ നമ്മൾ ആളുകളുമായിട്ടുള്ളൊരു കണക്ഷൻ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യുന്ന ഒരു പാഷന് തീർച്ചയായിട്ടും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഓഡിയൻസിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു പോസ്റ്റ് കണ്ട്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ജസ്റ്റ് അത് സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരാൾ പോലും നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്കുള്ളൊരു അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ റെഗുലറായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ഒക്കെ ഒരു വിശ്വസ്തത കൂട്ടാനായിട്ട് ഇത്തരം സോഷ്യൽ പ്രസൻസ് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളോട് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ നമ്മൾ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. ആളുകൾക്ക് നമ്മുടെ മേലുള്ള വിശ്വാസം കുറച്ച് കൂടും. അതുപോലെ തന്നെ അവർക്ക് നല്ല സർവീസാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മുടെ പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ തന്നെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഇത്തരം പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി പ്രാധാന്യമുള്ളൊരു കാര്യമാണ് പറയുന്നത്, ബി കൺസിസ്റ്റൻ്റ് എന്നുള്ളത്. അതായത് എന്ത് കാര്യമായിരുന്നാലും തുടർച്ചയായിട്ട് കുറച്ചധികം നാൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് നമുക്കൊരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു പാഷന് വേണ്ടിയിട്ട് ദിവസവും ഒരു 15 മിനിറ്റെങ്കിലും സ്ഥിരമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഇതിനെപ്പറ്റി പഠിക്കാനാവാം, അല്ലെങ്കിൽ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാവാം, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനാവാം, മാർക്കറ്റിങ്ങിനാവാം.
എന്ത് കാര്യത്തിനായിരുന്നാലും നിങ്ങളുടെ ഈ പാഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കണം ഈ 15 അല്ലെങ്കിൽ 20 മിനിറ്റ് നേരം നിങ്ങൾ ചെയ്യേണ്ടത്. 15-20 എന്നൊക്കെ പറഞ്ഞത് ജസ്റ്റ് ഒരു കണക്കായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എത്ര നേരമാണോ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അത്രയും നേരം ദിവസവും ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബോസും വർക്കറും. അപ്പോൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഫോഴ്സ് ചെയ്യേണ്ടി വരും കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ജോലി ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ആ ജോലി ചെയ്യാനുള്ള സെൽഫ് മോട്ടിവേഷൻ എപ്പോഴും നിലനിർത്തുക, സ്ഥിരമായിട്ട് കൃത്യസമയത്ത് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ഇനി അടുത്തൊരു കാര്യമാണ് ബി ഇന്നവേറ്റീവ് എന്നുള്ളത്. എന്ത് കാര്യവും മറ്റുള്ളവരെ അനുകരിച്ച് ചെയ്തു തുടങ്ങാനായിട്ട് ഈസിയാണ്. എന്നാൽ അതിൽ പുതിയ പുതിയ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ നിന്നാവാം, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിൽ ആരെങ്കിലും ചെയ്ത് കണ്ടിട്ടായിരിക്കാം. പക്ഷേ ഈ ഐഡിയയെ നമ്മളുടെ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് ഒരു പുതിയ തരത്തിലുള്ള പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ ആയിട്ടത് മാറുന്നത്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് കുറച്ച് ഇന്നവേറ്റീവായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുക, എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഇനി ഏറ്റവും അവസാനത്തെ കാര്യമാണ് എൻകറേജ് ഫീഡ്ബാക്ക് എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു പുതിയ സംരംഭം കൊണ്ട് ആർക്കാണോ ബെനഫിറ്റ് ഉണ്ടാവേണ്ടത്, അഥവാ ആരെയാണോ നമ്മൾ സെർവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു ഗ്രൂപ്പിന് അതുകൊണ്ട് തീർച്ചയായിട്ടും ബെനഫിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിനായിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു ഷോപ്പാണ് ആരംഭിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കാനായിട്ട് എന്തെങ്കിലും കാർഡ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ട സജഷൻസൊക്കെ എഴുതാനുള്ള ഒരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനനുസരിച്ചുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്തുമ്പോഴാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ആ ഒരു കാര്യം വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ സൈറ്റ്സിലൂടെ അവരുടെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് ആ രീതിയിൽ അവർക്ക് കുറച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ സജഷൻസ് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഫീഡ്ബാക്കുകൾ എൻകറേജ് ചെയ്യാം. നമ്മൾ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന നമ്മുടെ ആ ഹോബിയെ എങ്ങനെയാണ് വരുമാന മാർഗമാക്കി മാറ്റേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഇന്ന് പറഞ്ഞത് 10 പോയിൻറ്റ്സ് ആയിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. നമ്മുടെ ലൈഫ് ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡെയിലി റുട്ടീനാണ് മാറ്റിയെടുക്കേണ്ടത്. ആ ഡെയിലി റുട്ടീനിൽ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ സമയം കണ്ടെത്തുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഭാവിയെ സുരക്ഷിതമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.